കിഴക്കേപ്പുരയിൽ കുഞ്ഞിരാമൻ പണിക്കരുടെയും പുതിയപുരയിൽ ശ്രീദേവി അമ്മയുടെയും മകനായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1946 എൻ്റെ ജനനം. കടന്നപ്പള്ളി ഗ്രാമം തികച്ചും വന്ന് ദരിദ്രമായൊരു ഗ്രാമമായിരുന്നു. കൃഷിക്കാരും പാവപ്പെട്ട കർഷക തൊഴിലാളികൾ. ഭൂമി മുഴുവൻ ജന്മിമാരുടെ അധീനത്തിലായിരുന്നു. ഓർമ്മ വെച്ച് വരുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ ഒരു 3 കിലോമീറ്ററിനകം ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. അച്ഛൻ പ്രഗത്ഭനായ ഒരു സംസ്കൃത പണ്ഡിതനും അതുപോലെ തന്നെ പൂരക്കളി മറത്തുകളി വിദ്വാനുമായിരുന്നു. എൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ മണലിലാണ് മലയാള അക്ഷരം എഴുതി പഠിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് ആവശ്യമില്ലാത്ത എത്രയോ അക്ഷരങ്ങളാണ് നിർബന്ധമായും വന്ന് പഠിക്കേണ്ടി വന്നത്. ഉദാഹരണത്തിന് കിയ കിയ, ഗിയ ഗിയ,ങ്ങിയ ചിയ ചിയ, ജിയ ജിയ, അതുപോലെ തന്നെ കേറ കേറ, അങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് അക്ഷരങ്ങൾ. അവസാനം മുങ്കാങ്കിയും കൂങ്കേങ്കോ, ടാറ്റി ടൂറ്റേറ്റോ, റാറി റൂറേഴോ, റാഴി റൂഴേഴോ, ഇതൊക്കെ ചൊല്ലിത്തീർത്തതിന് വേണം അന്ന് സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം ലഭിക്കാൻ. റേഷൻ സജീവമായി നിലനിൽക്കുന്ന കാലമാണ്. അച്ഛനാണെങ്കിൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും വീട്ടിലുണ്ടാകുക എന്നത് വിരളമായിരുന്നു. കുംഭമാസമാകുമ്പോഴേക്കും പിന്നെയും അറത്തുകളിയുടെ കാലമായതുകൊണ്ട് 2 മാസക്കാലം അച്ഛൻ വീട്ടിലുണ്ടാകാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളരുന്നത്. എന്നെ സംസ്കൃതം പഠിപ്പിച്ച് വലിയ ഒരു പൂരക്കളി മറത്തുകളി വിദ്വാനാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ആദ്യകാലത്ത് അല്പമായി സിദ്ധരൂപവും ബാലപ്രബോധമെല്ലാം എന്നെ വായിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനൊരു ഘട്ടത്തിലാണ് എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം നേടണം എന്ന അതിയായ ആഗ്രഹമുണ്ടായത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള എടമന UP സ്കൂളിലാണ് 12ാമത്തെ വയസ്സിൽ ഞാൻ പോയി നേരിട്ട് 3ാം ക്ലാസ്സിൽ ചേരുന്നത്. അങ്ങനെയാണ് അന്നത്തെ ഒരു ചേരൽ. അതിനുശേഷം എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാടായി ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഞാൻ കേരള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖരായ പ്രവർത്തകരിലൊരാളായി. 1962-63 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. SSLCക്ക് ശേഷം എന്നെ തുടർ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അന്നത്തെ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ പോലും ചിന്തിച്ചില്ല എന്നതാണ് വസ്തു. അപ്പോഴേക്കും ഞാൻ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു. 1965 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനിവാര്യമായ പിളർപ്പുണ്ടായപ്പോൾ ഈ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്താകെ നിർണായകമായ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാണ്. എന്നാൽ കേഡർമാരുടെ അഭാവം. എൻ്റെ അച്ഛൻ കർഷക പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അങ്ങനൊരു സന്ദർഭത്തിലാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. മഹാനായ സഖാവ് പയ്യരട്ടിയായിരുന്നു എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് നൽകിയത്. പാർട്ടി മെമ്പർഷിപ്പ് നൽകിയതിന് ശേഷം ഈ കടന്നപ്പള്ളി തെക്കേക്കരയിൽ കോട്ടക്കൽ കുഞ്ഞിക്കണ്ണൻ്റെ ഒരു കച്ചവട സ്ഥാപനത്തിൽ വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ വെച്ച് ഒരു താൽക്കാലിക കമ്മിറ്റിക്ക് രൂപം നൽകി. ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഞാൻ കടന്നപ്പള്ളി പാണപ്പുഴ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി 1965 തിരഞ്ഞെടുക്കപ്പെടുന്നത് 19ാമത്തെ വയസ്സിൽ. പിന്നെ 1970 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മധ്യത്തിലുള്ളൊരു ഘടകം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റി ഒഴിവാക്കി.
ലോക്കൽ കമ്മിറ്റികൾ DC-യുടെ കീഴിലാക്കി. ആ സന്ദർഭത്തിലാണ് കടന്നപ്പള്ളി പാണപ്പുഴയും എരമംകുറ്റൂരും ചേർന്ന് മാതമംഗൻ ലോക്കൽ രൂപീകരിച്ചത്. ആ ലോക്കൽ കമ്മിറ്റിയിലേക്കും എന്നെ തിരഞ്ഞെടുത്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഈ മധ്യഘടകം വീണ്ടും പുനഃസ്ഥാപിതമായി. ആ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ വീണ്ടും ഞാൻ ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയിലുണ്ടായ ഒരു ഭീകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, IV ശിവരാമൻ അന്ന് ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം ആദ്യം തന്നെ UG-യിൽ പോകാൻ പാർട്ടി തീരുമാനിച്ചു. 16 മാസക്കാലവും സഖാവ് UG-യിലാണ്. മിക്കവാറും അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യത അത് നിറവേറ്റിയ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അന്ന് അടിയന്തരാവസ്ഥക്കെതിരായി എൻ്റെ ഓർമ്മ ആഗസ്റ്റ് 11-6 ആണ്. അത് കൃത്യമായി ഡേറ്റ് ഓർമ്മയില്ല. ഇവിടെ ഒരു കട അടക്കാത്തതിനെ ചൊല്ലിയുണ്ടായ വാക്തർക്കത്തിൽ ഇടപെട്ടു. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പ്രദേശമാകെ പോലീസ് വലയം ചെയ്തു. തുടർന്ന് നമ്മൾ സാഹസികമായി 1 മാസക്കാലം പിടികൊടുക്കാതെ കഴിഞ്ഞുകൂടി. അവസാനം പിടികൊടുത്തതിന് ശേഷം 10-16 ദിവസക്കാലം പയ്യന്നൂർ ലോക്കപ്പിൽ മൃഗീയമായ നിലയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പിന്നെ ഘട്ടം ഘട്ടമായി CPM-ൻ്റെ ഏരിയ കമ്മിറ്റിയിലേക്കും അവിടെ നിന്ന് ഏരിയ സെക്രട്ടറിയായി, കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി, കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന കമ്മിറ്റി മെമ്പറായി, CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി. ഈ നിലയിൽ വർഗവിഭജന പ്രസ്ഥാനമെന്ന നിലയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും കർഷക പ്രസ്ഥാനത്തിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി ഈ പുതിയ തലമുറയെ പാർട്ടി നേതൃത്വത്തിൽ സജീവമാക്കുന്നതിന് വേണ്ടി ഒരു പ്രായപരിധി വെച്ചത്. അത് കാരണം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി ഞാനിപ്പോൾ CPM-ൻ്റെ മാടായി പാർട്ടി സെൻറ്ററിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഇതാണ് എൻ്റെ പാർട്ടി ജീവിതത്തെക്കുറിച്ച് സംക്ഷിപ്തമായി വിവരിക്കാനുള്ളത്. ഈ കാലത്തിനിടെ സംഘർഷഭരിതമായ എത്രയോ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കണ്ടോന്താർ കൈതപ്രം മേഖലയെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരെ സ്വാധീനമില്ലാത്തൊരു മേഖലയായിരുന്നു. ആ മേഖലയിൽ നിന്ന് 2-3 തവണ എതിരാളികളുടെ കൊലപാതക ശ്രമത്തിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെട്ട കാര്യം ഞാനിപ്പോൾ ഇവിടെ സ്മരിച്ചു വരികയാണ്. അന്നതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം ഇന്ത്യയിലെ ജനകീയ ജനാധിപത്യ വിപ്ലവം നമ്മുടെ യൗവനത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നൊരു മാനസികാവസ്ഥയിലുള്ള പ്രവർത്തനമായിരുന്നു. ഈ ഘട്ടത്തിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ കലാവാസന അത് ഒഴിവാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ ഈ LP തലത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലഘുനാടകം സാമ്രാട്ട് അശോക്, അതിൽ അശോകൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ തന്നെ പ്രത്യേക കർട്ടനൊക്കെ ഉണ്ടാക്കി, അച്ഛനൊരു കലാകാരൻ കൂടിയായതുകൊണ്ട് ഈ നാടുണർത്തിക്കൊണ്ടുള്ള ഒരു വേദിയായിരുന്നു അത്. അതിനെ തുടർന്ന് എടമന UP സ്കൂളിലെ വാർഷികത്തെ 2 വാർഷികങ്ങളിൽ അതിലെ പ്രധാനമായ നാടകങ്ങൾ, ഒന്ന് കൂട്ടുകൃഷി, അതിലെ പോക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിം കഥാപാത്രത്തെ അന്ന് തിരഞ്ഞെടുക്കുന്നതിന് മത്സരമായിരുന്നു. കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ ആളുകളെ വെച്ച് അതിലെ പ്രധാന കഥ. പിന്നീട് വന്നത് അമ്മേ ഒഴിവുകാലം വന്നു. ആ നാടകത്തിലെ പ്രധാന വേഷമണിഞ്ഞതും ഞാനാണ്. കായിക രംഗത്ത് ഞാനൊരു ഏറ്റവും നല്ല വോളിബോൾ കളിക്കാരനായിരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാവാസന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കലാസമിതികൾ രൂപീകരിക്കുകയും നാടകങ്ങൾ തിരഞ്ഞെടുക്കുകയും അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ഇതൊക്കെ ആ ചെറുപ്പത്തിൽ അതെന്ന് പറഞ്ഞാൽ രാപ്പകലാണ്, ഉറക്കമില്ലാത്ത നാടകങ്ങൾ കാണുക. ഒരുപാട് അമച്ചൂർ നാടകങ്ങൾ, അത് ദിവസേന എന്നോണം പോവുക. രാത്രി ഉറക്കമില്ലാത്ത
ഒരു രാവുകളെന്ന് പറയുന്നതായിരിക്കും ആ കാലത്തിൻ്റെ എൻ്റെ ഒരു ജീവിത അനുഭവം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് എൻ്റെ കലാജീവിതത്തിലുണ്ടായത് 1957 ഒരു നാടകം, ഞാനാണ് അപരാധി എന്നൊരു നാടകം ഒരു എഴുതിയ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നില്ല. അതിൽ എന്നെ ഒരു സ്ത്രീവേഷം, കാരണം ഞാൻ നല്ലൊരു സുന്ദരനാണെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീവേഷം, വിമല എന്നൊരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുക. 1965 തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാർ മുഴുവൻ ജയിലിലായപ്പോൾ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അച്ഛനും തമ്പാൻ വൈദ്യരും എഴുതിയ പൂരക്കളി, അതുപോലെ രാഷ്ട്രീയ കളമ്പാട്ട്, ഈ രാഷ്ട്രീയ കളമ്പാട്ടിൽ ഒരു 160 പരം സ്റ്റേജുകളിൽ ഈ കളമ്പാട്ടിലുണ്ടാകുന്ന ഈ പ്രേതമായി വരുന്നുണ്ട് ഇത്, ആ സ്ത്രീവേഷം എൻ്റെതായിരുന്നു എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ഇങ്ങനെ കാല് നീട്ടിയിരിക്കണം. ആ കവിത തന്നെ അങ്ങനെ ആരംഭിക്കുന്നത്, ചോര ചെങ്കൊടി കൂറയെ ഞങ്ങൾ കൂറോടിന്നു നമസ്കരിക്കുന്നു, അങ്ങനെ അതിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ അതൊരു 3 മണിക്കൂർ ഇരിക്കും. അപ്പോൾ ഇതിലെ സ്ത്രീവേഷം മുഴുവൻ ഞാനാണ്. കുറച്ചുകൂടി വന്നപ്പോഴാണ് പിന്നെ ഇവിടെ കലാസമിതികളുണ്ടാക്കി. ജ്ഞാനോദയ കലാസമിതി ചണ്ടപ്പര, അതിൽ പ്രധാനമായി 2 നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. ഒന്ന് വഴി തുറന്നു, പിന്നെ പൊൻകുന്നം വർക്കിയുടെ വഴി തുറന്നു, അതിലെ ജെയിംസ് എന്ന് പറയുന്ന മുഖ്യ കഥാപാത്രം, അതാണ് ഞാൻ അവതരിപ്പിച്ചത്. KG പാലാണ് സംവിധാനം, നമ്മൾ ഗോപാലൻ മാഷ് എടുത്തില്ല. രണ്ടാമത്തെ നാടകം യാഗശാല, അത് കാടൻ കരുണാകരൻ മാഷാണ് സംവിധാനം ചെയ്തത്. അതിൽ അബു എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ്. SL പുരത്തിൻ്റെ എന്നെ സൂക്ഷിക്കുക എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ്. പടവിൽ ആണെൻ്റെ അമ്മയുടെ വീട്. പടവിൽ ഒരു കലാസമിതിക്ക് വേണ്ടി തിളക്കുന്ന കടൽ, അതിലെ ബാലൻ്റെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ്, ക്ഷയരോഗിയായ ബാലൻ. ഇവിടെ എൻ്റെ ഒരു കലാസമിതി എന്ന് പറയുന്നത് ചിന്താ തിയേറ്റേഴ്സാണ്. ആ ചിന്താ തിയേറ്റേഴ്സിൻ്റെ ആദ്യ നാടകം തീപിടിച്ചാത്മാവാണ്. അത് തൊട്ട് അതിൻ്റെ 4-5 നാടകങ്ങൾ സംവിധാനം ചെയ്തത് അതിൻ്റെ വന്ദേമാതരത്തിലൊരു ടീമായിരുന്നു ഞങ്ങൾ. എൻ്റെ അനുജൻ PP കുഞ്ഞികൃഷ്ണൻ, അവൻ ഏറ്റവും നല്ലൊരു കലാകാരനാണ്. നമ്മളെ സംഘചേതനയിലൊക്കെ വന്ന ഒരാളാണ്. അയാളായിരുന്നു ഭഗത് സിംഗിൻ്റെ റോൾ എടുത്തത്. എൻ്റെ മൂത്ത മകൻ വിനോദായിരുന്നു കിഷൻ സിംഗിൻ്റെ കുൽബീറിൻ്റെ, ഭഗത് സിംഗിൻ്റെ അനുജൻ്റെ വേഷം വിട്ടത്. അച്ഛൻ്റെ കിഷൻ സിംഗിൻ്റെ വേഷം വിട്ടത് ഞാനാണ്. 8ഓളം സ്റ്റേജുകളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിന്നു എന്ന കാരണം കൊണ്ടാണ് എനിക്ക് ആ രംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞത് എന്നൊരു തിരുത്തൽ ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തിരുത്തൽ. അവസാനമായി ഞങ്ങൾ അവതരിപ്പിച്ച നാടകം, അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു നാടകമാണ്. അതിൽ CPMൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് ദിവംഗതനായ PK നാരായണ മാഷ്, രണ്ടാമത്തെ ഞാൻ, AC മെമ്പർ CO പ്രഭാകരൻ, എല്ലാം ചേർന്ന് 2016 നമ്മളൊന്ന് അവതരിപ്പിച്ചത്. 8 സ്റ്റേജുകളിൽ അത് അവതരിപ്പിച്ചു. അതാണ് ഞാൻ അഭിനയിച്ച നാടകത്തിൻ്റെ അവസാനത്തെ നാടകം. ഇതിൻ്റെ ഇടയിൽ എത്രയോ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ. ഇങ്ങനെ ഇതിനെ രണ്ടിനെയും ഒരേ മനസ്സോടെ ഒന്നിച്ചു കൊണ്ടുപോയ കൂട്ടത്തിലെ ഒരാളാണ് ഞാൻ. ഭരണരംഗത്തെ സ്പർശിച്ചാൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഈ ത്രിതല പഞ്ചായത്ത് രംഗത്ത് പ്രവർത്തിച്ചു. സഹകരണ രംഗത്തേക്ക് വന്നാൽ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി, മാടായി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചു. 1964 നവംബർ മാസം 15-നാണ് കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ നടപ്പിൽ വരുത്തിയത്. ആ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ നടപ്പിൽ വരുത്തിയപ്പോൾ മാടായി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റേഷൻ ഷോപ്പ് മാനേജരായിട്ട് ഞാനൊരു ജീവിതം ആരംഭിച്ചു. ആ മഹത്തായ പ്രസ്ഥാനവുമായി ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ 38 വർഷക്കാലം അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ജോലി ചെയ്ത കാലത്തും ഒരു ദിവസത്തെ ലീവ് സറണ്ടർ പോലും
വാങ്ങാതെ കണ്ട് പൊതുസേവനം നടത്തിയ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ഇതാണ് എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി പറഞ്ഞു വെക്കാനുള്ളത്. എൻ്റെ ഗ്രാമത്തിൻ്റെ വികസനം 1950കളുടെ ആദ്യപാദത്തിൽ തന്നെ ഇവിടെ TB സാനിറ്റോറിയം ആരംഭിച്ചിട്ടുണ്ട്. കടന്നപ്പള്ളി പഞ്ചായത്തിലാണ്. പക്ഷേ വൈദ്യുതി എന്നതൊന്നും ഈ ഗ്രാമീണ ജനതയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. 1988 ഈ ഗ്രാമത്തിൽ ഈ പ്രദേശത്താകെ വൈദ്യുതി എത്തിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കൂട്ടായ പരിശ്രമിച്ചു. അങ്ങനെയാണ് ആദ്യമായി 1988 വൈദ്യുതി കാണുന്നത്.